നിങ്ങൾ ഇത്രയും പേര് ഈ ചെറിയ വീട്ടിൽ ഈ മല കയറിയാണോ മക്കളെ നിങ്ങൾ വരുന്നത്? അമ്മച്ചി കിടക്കുന്ന കട്ടിൽ കണ്ടോ നിങ്ങൾ തന്നെ ചിന്തിച്ച് പൊട്ടിപ്പൊളിഞ്ഞിരിക്കാം. കഞ്ഞി, കുറച്ച് മോര് കറി. ഇത് ബാത്റൂമോ? ഇവിടെ നിന്നാണ് ഇവര് കുളിക്കുന്നത്? അവിടെ പാമ്പുണ്ടോ? നിങ്ങള് പെണ്ണുങ്ങള് കുളിക്കുമ്പോ മോളിൽ നിന്ന് കുറെ പേര് കല്ലെറിയുന്നു. ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറുകൈ അറിയാൻ പാടില്ല എന്നാണ് പറയാറ് അല്ലെ? എന്നാൽ ഞാൻ പറയുന്നു, ഇന്നത്തെ കാലത്ത് ഒരു കൈ കൊണ്ട് കൊടുത്താൽ 1,00,000 പേരെങ്കിലും അത് അറിയണം. കാരണം ഇതുപോലെയുള്ള ആൾക്കാർ ഇന്നും നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ണു തുറന്നൊന്ന് കാണണം. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായല്ലോ? ഇപ്പോഴത്തെ ട്രെൻഡിങ് ന്യൂസ് എന്ന് പറയുന്നത് അച്ചായന്റെ ചാരിറ്റി ആണല്ലോ. അതിനെന്തെങ്കിലും ക്ലാരിറ്റി വേണ്ടേ? നമ്മുടെ കയ്യിൽ ഒരു 10 രൂപ ഉണ്ടെങ്കിൽ അതിന്ന് ഒരു 5 രൂപ എടുത്ത് മറ്റൊരാളെ സഹായിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാരെ കുറ്റം പറയാതിരുന്നൂടെ? അച്ചായൻ നല്ലൊരു ബിസിനസ്മാൻ ആണ്. അദ്ദേഹത്തിന്റെ ബിസിനസ് അദ്ദേഹം നന്നായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു ഗോൾഡ് ബിസിനസ് നടത്തുന്ന ആളാണ്. ആരുടെടുത്തൊന്നും പൈസ വാങ്ങിക്കാതെ ഇന്ന ആളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ തരുമോ, സംഭാവന തരുമോ എന്നൊന്നും ചോദിക്കാതെ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് അദ്ദേഹം പാവങ്ങളെ സഹായിക്കുന്നത്. ശരി, ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് കൊടുത്ത വീടും സ്ഥലമാണ് ആ പാവപ്പെട്ട അച്ഛനും അമ്മയ്ക്കും കിട്ടിയിരിക്കുന്നത്. അയാൾ കാശ് കൊടുത്ത് പണിക്കാരെ നിർത്തി ആ വീടിന്റെ പണികളെല്ലാം ചെയ്ത് ആ താക്കോല് കയ്യിൽ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിർമ്മിച്ചു കൊടുത്ത വീടാണെന്ന്. അത് അദ്ദേഹം അല്ലേ ചെയ്തത്? അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ എന്താണ് ഇവിടെ കുഴപ്പം? സർക്കാർ എത്രയോ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വയനാട് ഉരുൾപൊട്ടലുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി, എത്ര ആൾക്കാരുടെ ജീവനും സ്വത്തും വീടും ഒക്കെയാണ് നഷ്ടപ്പെട്ടത്. അവർക്കൊക്കെ സർക്കാർ വീട് വെച്ച് കൊടുത്തോ? അവർക്കൊക്കെ ഒരു വല്ല ജോലിയും കിട്ടിയോ? അവർ സുരക്ഷിതരാണോ? ഇതൊക്കെ സീക്രട്ടായിട്ടുള്ള ആൾക്കാരൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യങ്ങളല്ലേ? ഇത് കേട്ടിട്ട് അച്ചായൻ ഇനി ചാരിറ്റി നിർത്തുന്നു എന്നും പറയുന്നതും കേട്ടു. പല പട്ടികളും കുരയ്ക്കും, അതൊക്കെ കണ്ടില്ല എന്ന് നടിക്കണം. കല്ലറിയുന്നുണ്ടെങ്കിൽ അച്ചായനെ ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങി, ലോകം മുഴുവൻ ഇനി അറിയാൻ തുടങ്ങി എന്നാണ് അതിന്റെ അർത്ഥം. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, അസുഖം വന്നാൽ ചികിത്സിക്കാൻ പറ്റാതെ, സ്കൂളിൽ പോകാൻ പറ്റാത്ത കുട്ടികള് ഷെഡിലും കാട്ടിനകത്തും ഒരു ഷീറ്റ് വിരിച്ച് താമസിക്കുന്ന ഫാമിലീസിനെയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ലോകത്ത് ജീവിക്കുന്നുണ്ടോ എന്ന് പോലും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരെയാണ് തെരഞ്ഞു പിടിച്ച് അച്ചായനെ സഹായിക്കുന്നത്. അതെങ്ങനെയാണെങ്കിലും ആ ജീവനൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ ഇതുപോലെയുള്ള ചില ചൊറിയന്മാർക്ക് എന്ത് ചൊറിച്ചിലാണ് വരുന്നത്? ഇതിനുള്ള ട്രീറ്റ്മെന്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കൊടുക്കണം കേട്ടോ. ഒരാള് ഒരു 100 നല്ല കാര്യം ചെയ്തിട്ട് ഒരൊറ്റ ചെറിയ കാര്യം, ഒരു തെറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ മതി, ആ 100 കാര്യവും ഇല്ല. ആരും പുണ്യാളന്മാരല്ല. ദൈവം ആരെയും പുണ്യാളന്മാരായിട്ട് ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടുമില്ല. എല്ലാ മനുഷ്യർക്കും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഈ ചാനലിൽ വന്ന് നിന്ന് കുറയ്ക്കുന്ന, ഇതുപോലെ കുറ്റം പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആണോ? മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണോ? ഇവരെയൊക്കെ തപ്പിപ്പിടിച്ച എന്തൊക്കെ രഹസ്യങ്ങളും നമുക്ക് കേൾക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ചിലപ്പം കേൾക്കാൻ പറ്റിയെന്ന് വരും. ഒരാളുടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ജനിച്ചത് മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ പോവും. ഈ വീഡിയോ കണ്ടു നോക്ക്. ഒത്തിരി ഇഷ്ടപ്പെന്നെ നിന്നെ കേട്ടോ. ഐ ലവ് യു ഉമ്മ. എടി ഇത്രയും സുന്ദരികളായ പെണ്ണുങ്ങളുണ്ടായിട്ടോ, അതുപോലെ ഇഷ്ടമാടി നിന്നെ എനിക്ക്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ കംപ്ലൈന്റ് ചെയ്ത് അവർ നോക്കിക്കോളും. അല്ലാതെ ഇതുപോലെയൊക്കെ വീഡിയോ എടുത്ത് നിങ്ങൾ ജഡ്ജ്മെന്റ് ചെയ്യാൻ നിങ്ങൾ മിസ്റ്റർ പെർഫെക്റ്റ് ആണോ? കൊടുത്തവനും കുഴപ്പമില്ല, വാങ്ങിച്ചവനും കുഴപ്പമില്ല, കണ്ടു നിൽക്കുന്നവനാണ് കുഴപ്പം. അച്ചായന്റെ പല വീഡിയോസും കാണുമ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. നമുക്കും ഇതുപോലെയൊക്കെ സഹായിക്കാൻ പറ്റണേ എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാവുക. പല വീഡിയോസും കണ്ട് കണ്ണ് നിറഞ്ഞിട്ടുമുണ്ട്. ഈ കണ്ണൊക്കെ നിറയുന്നത് നമ്മുടെ കാഴ്ച കുറച്ചും കൂടി ക്ലിയർ ആക്കുമെന്നാണ് പറയുന്നത്. ഈ പൊടി പിടിച്ച കണ്ണാടിയിൽ നമ്മുടെ നനഞ്ഞ തുണിയിട്ട് തുടയ്ക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആദ്യം നമ്മുടെ തെറ്റും കുറ്റവും ഒക്കെ സ്വയം മനസ്സിലാക്കുക. എന്നിട്ട് പോരെ മറ്റുള്ളവരുടെ തെറ്റും കുറ്റവും ഒക്കെ കണ്ടുപിടിക്കുന്നത്.